പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കിങ്, ചിന്തനം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചൈൽഡ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് തിങ്കിങ്, ചിന്തനം എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ചിന്തനത്തെ, തിങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക? ആദ്യം നമുക്ക് അതിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരമാണ് ചിന്ത എന്ന് പറയുന്നത്. മാനസികപരമായിട്ടുള്ള ഒരു വ്യവഹാരമാണ് ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ ഉയർന്ന തരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളുടെ കൂട്ടത്തെ നമുക്ക് ചിന്ത എന്ന് പറയാം. ഒരു വ്യക്തിയുടെ ഉയർന്ന തരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളുടെ സംക്രിയയാണ് ചിന്ത എന്ന് പറയുന്നത്. തിങ്കിങ് എബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വിജ്ഞാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവാം. ആ ധാരണകളിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചിന്ത ആവശ്യമാണ്. തനിക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ധാരണ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ആശയത്തിൽ നിന്ന് പുതിയ ആശയം കണ്ടെത്താൻ അതിന് ഉയർന്ന ചിന്താശേഷി ആവശ്യമാണ്. E=mc² എന്ന് കണ്ടെത്തിയതിന് ശേഷം അതിൽ നിന്ന് ആറ്റം ബോംബ് നിർമ്മിക്കാം എന്ന് പറയുന്ന പുതിയ ആശയം കണ്ടെത്തി. അപ്പോൾ അത് ചിന്തയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം, ഒരു ആശയം നമുക്ക് മനസ്സിലായി, ആ ആശയത്തിൽ നിന്ന് അതിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ ചിന്ത ആവശ്യമാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ A=B=C എന്ന ഒരു ധാരണ കുട്ടിക്ക് നൽകിയതിന് ശേഷം എങ്കിൽ A=C എന്ന് പറയുന്ന പുതിയൊരു ധാരണ, അല്ലെങ്കിൽ ആ ഉള്ള ധാരണയിൽ തന്നെ പുതിയ ബന്ധങ്ങൾ കണ്ടെത്താനൊക്കെ കുട്ടിക്ക് സാധിക്കണമെങ്കിൽ ചിന്ത ആവശ്യമാണ്. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് ആശയത്തിൽ നിന്ന് നിഗമനങ്ങൾ കണ്ടെത്താനും, വ്യത്യസ്ത ആശയങ്ങളെ കൂട്ടിയോജിപ്പിച്ച് നിഗമനം കണ്ടെത്താനും, ആശയത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും, ഒരു ആശയത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബന്ധങ്ങളെ കണ്ടെത്താനും നമുക്ക് ചിന്ത ആവശ്യമാണ്. ഇനി ഒരു വ്യക്തിയുടെ ചിന്താശേഷി വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് ചിന്താശേഷി വർദ്ധിക്കുന്നത് വിജ്ഞാന സമ്പാദനത്തിൽ കൂടിയാണ്. അതിപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിൽ കൂടി ചിന്താശേഷി വർദ്ധിക്കും. അതുപോലെ വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ട്രാവൽ ചെയ്യുകയാണ്, യാത്ര ചെയ്യുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ വിജ്ഞാനം സമ്പാദനം വർദ്ധിക്കും. അപ്പോൾ ചിന്താശേഷി കൂടും. ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ ചിന്താശേഷി കൂടുതലായിരിക്കാം. കാരണം അവർ പുതിയ ബിംബങ്ങൾ, പുതിയ അനുഭവങ്ങൾ, ആശയങ്ങൾ ഒക്കെ കാണുന്ന സമയത്ത് അവരുടെ ചിന്താശേഷി ഉയർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ അഭിപ്രേരണം, ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്താശേഷി കൂടും. അതുപോലെ പ്രശ്നത്തെക്കുറിച്ചുള്ള ബോധം, ഒരു പ്രശ്നം അഭിമുഖീകരിക്കും, അതിനെക്കുറിച്ചുള്ള ബോധം ഉളവാകുമ്പോൾ ചിന്താശേഷി വർദ്ധിക്കും. ഒരു വ്യക്തിയുടെ ശീലങ്ങൾ, ഒരു വ്യക്തിക്ക് തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച ശീലങ്ങൾ, അത് ആ വ്യക്തിയുടെ ചിന്താശേഷി ഉയർത്താൻ സഹായിക്കും. അതുപോലെ ഒരു പുതിയ ആശയം ലഭിക്കുമ്പോൾ തൻ്റെ പഴയ ആശയങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താനുള്ള മനോഭാവം ഒക്കെ ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി ചിന്താശേഷിയെ സഹായിക്കുന്ന ഘടകങ്ങൾ, ഒരു വ്യക്തിക്ക് ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ധാരണ വേണം. അപ്പോൾ പുതിയ പുതിയ ധാരണകൾ ഉണ്ടാകുമ്പോൾ ചിന്താശേഷി വർദ്ധിക്കും. അതുപോലെ പുതിയ അനുഭവങ്ങൾ, ബിംബങ്ങൾ, ഇപ്പോൾ നമ്മൾ താജ്മഹൽ നേരിട്ട് കാണുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും, പുതിയ അനുഭവമാണ്, പുതിയ കാഴ്ചയാണ്, ആ കാഴ്ച നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ അത് ആരാണ് നിർമ്മിച്ചത്, അത് എവിടെയാണ് നിർമ്മിച്ചത്, എങ്ങനെയാണ് നിർമ്മിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരു
പ്രേരണയാകും. അതുപോലെ പുതിയ ആശയങ്ങൾ ലഭിക്കുമ്പോൾ അധ്യാപകൻ ഒരു ചരിത്രം ക്ലാസ്സിൽ പറയുന്നു, ആ സമയത്ത് ആ ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുട്ടി പിന്നെ പ്രേരണ കിട്ടും. അതുപോലെ ഭാഷ, പുതിയ ഭാഷകൾ പഠിക്കുമ്പോൾ ആ ഭാഷയിലുള്ള വിജ്ഞാനം കൂടുതൽ ലഭിക്കും, അതിൽ കൂടി ചിന്താശേഷി വർദ്ധിക്കും. അപ്പോൾ ചിന്താശേഷിയെ സഹായിക്കുന്ന ഘടകങ്ങൾ പുതിയ ധാരണകൾ, പുതിയ ബിംബങ്ങൾ, ആശയങ്ങൾ, ഭാഷ, ഇതെല്ലാം സഹായിക്കുന്നതാണ്. ഇനി ചിന്തയെ നമുക്ക് രണ്ടായിട്ട് പ്രധാനമായി വർഗീകരിക്കാം: സംവ്രജന ചിന്തനം, അതുപോലെ തന്നെ വിവ്രജന ചിന്തനം. സംവ്രജന ചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ആവശ്യമുള്ളൂവെങ്കിൽ അവിടെ വ്യക്തി ഉപയോഗിക്കുന്നത് സംവ്രജന ചിന്തനമാണ്. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിക്ക് ഒരൊറ്റ പരിഹാരമേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അധ്യാപകൻ ആവണം എന്നുണ്ടെങ്കിൽ PSC പരീക്ഷ ക്ലിയർ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് എന്താണോ ആവശ്യം അത് പ്രയത്നിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, PSC പരീക്ഷ ക്ലിയർ ചെയ്യുക. അവിടെ സംവ്രജന ചിന്തനമാണ് നടക്കുന്നത്. എന്നാൽ ഒരു പ്രശ്നത്തിന് ഒന്നിലധികം ശരിയുത്തരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വ്യക്തി ഉപയോഗിക്കുന്നത് വിവ്രജന ചിന്തനമാണ്. നിങ്ങൾക്ക് അധ്യാപകനാവുക എന്നതല്ല, അധ്യാപനത്തിൽ കൂടി നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും, അങ്ങനെയാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത് എങ്കിൽ PSC പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതിന് അധ്യാപനം ഒരു ഗവൺമെൻറ് ജോലി ഒരു ഉപാധിയാണ്. അതുപോലെ മറ്റനേകം ഉപാധികളും ജോലികളും ഓപ്ഷനുകളും ആ വ്യക്തിയുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ വ്യക്തി എല്ലാം ചിന്തിച്ചുകൊണ്ട് ഒരു ഏറ്റവും സൂട്ടബിളായ കാര്യങ്ങളിലോട്ട് എത്തിച്ചേരുന്നു. അപ്പോൾ ആ വ്യക്തിയിൽ നടക്കുന്നത് വിവ്രജന ചിന്തനമാണ്. ഓക്കെ, ഇതാണ് രണ്ട് തരത്തിലുള്ള ചിന്തകൾ: സംവ്രജന ചിന്തനം, അതുപോലെ തന്നെ വിവ്രജന ചിന്തനം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ചിന്തകളെയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പറയുന്നത് യുക്തി ചിന്തയാണ്. യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ലഭിച്ച ആശയത്തെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ബന്ധങ്ങളും അർത്ഥങ്ങളും നിഷ്കർഷങ്ങളും രൂപവൽക്കരിക്കുന്നതാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ലഭിച്ച ആശയങ്ങൾ അദ്ദേഹം തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് ചിന്തിക്കുന്നു, എന്നിട്ട് അതിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ബന്ധങ്ങളും അർത്ഥങ്ങളും നിഷ്കർഷങ്ങളും രൂപവൽക്കരിക്കുന്നതാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നിഗമനങ്ങളിലേക്കും ഒരു സാമാന്യവൽക്കരണത്തിലേക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച ആശയങ്ങൾ മോശമാണെങ്കിൽ നമ്മുടെ യുക്തി മോശമായി മാറും. നമുക്ക് ലഭിച്ച ആശയങ്ങൾ നല്ല ആശയങ്ങളാണെന്നെങ്കിൽ നമ്മുടെ യുക്തിചിന്ത നല്ലതായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് പ്രശ്നപരിഹാര ചിന്തനം. അതായത് ചില ഉത്തരങ്ങൾക്കോ അനുമാനങ്ങൾക്കോ പരിഹാരങ്ങൾക്കോ വേണ്ടി വ്യക്തി ബോധപൂർവമായി നടത്തുന്ന ചിന്തയെയാണ് നമുക്ക് പ്രശ്നപരിഹാര ചിന്തനം എന്ന് പറയുന്നത്. അതായത് വ്യക്തിയിൽ അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി അതിനെക്കുറിച്ച് ബോധവാനായിട്ട് ചിന്തിക്കുന്നതിനാണ് പ്രശ്നപരിഹാര ചിന്തനം. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധപൂർവമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു യുക്തിയിലേക്ക് എത്തിച്ചേരുക, അതിനെയാണ് നമ്മൾ പ്രശ്നപരിഹാര ചിന്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രശ്നം നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല, ഒരു പ്രശ്നം വരുന്നു, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെയാണ് അത് വരുന്നത്. ഇനി അടുത്ത ഒരു രൂപമാണ് സർഗാത്മക ചിന്തനം. സർഗാത്മക ചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വയം പ്രശ്നം കണ്ടെത്തുകയും അതിന് സ്വയം പരിഹാരം ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ് സർഗാത്മക ചിന്തനം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഒരു വ്യക്തി പ്രശ്നങ്ങൾ സ്വയം കണ്ടെത്തുന്നു, അതിനുശേഷം എന്താണ് അതിൻ്റെ പരിഹാരം എന്നും ആ വ്യക്തി കണ്ടെത്തുന്നു. അപ്പോൾ ഉയർന്ന തരത്തിൽ ചിന്ത അവിടെ നടക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് സർഗാത്മക ചിന്തനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ്
അപ്പോൾ ഇതും പ്രശ്നപരിഹാര ചിന്തനവുമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പ്രശ്നപരിഹാര ചിന്തനത്തിൽ പ്രശ്നം സ്വയം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബോധപൂർവമായിട്ട് നമ്മളത് ചിന്തിക്കുന്നു. ഇവിടെ പ്രശ്നം സ്വയം കണ്ടെത്തുന്നു, അതിനുള്ള പരിഹാരവും കണ്ടെത്തുന്നു. ഇനി അടുത്ത ഒന്നാണ് വിമർശനാത്മക ചിന്തനം. വിമർശനാത്മക ചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ അർത്ഥം, ഒരു കാര്യത്തിൻ്റെ, ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഗുണദോഷ വിവേചനം നടത്തുന്നു. അപ്പോൾ ഇത് അധ്യാപന മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് വിമർശനാത്മക ചിന്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആശയം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അപ്പോൾ കുട്ടിക്ക് അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാകുന്നു. എന്നിട്ട് അധ്യാപകനോട് ആ കുട്ടി അതിൻ്റെ എതിരെയുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ അടിച്ചമർത്തരുത്, ആ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്നത് കുട്ടിയുടെ വിമർശനാത്മകമായിട്ടുള്ള ചിന്തയെ നമ്മൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൻ്റെ വില മതിക്കുകയും അതിനുശേഷം അതിൻ്റെ ഗുണദോഷ വിവേചനം നടത്തുകയും ചെയ്യുന്ന ഒരു ചിന്തയെയാണ് നമുക്ക് വിമർശനാത്മക ചിന്തനം എന്ന് പറയാൻ പറ്റുക. കഴിഞ്ഞ 2016 UP അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. അതുപോലെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക, കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക, കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ നോക്കൂ, ഡി ഓപ്ഷൻ കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ അത് വിമർശനാത്മക ചിന്തനത്തിനുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുമ്പോൾ കുട്ടികളിൽ നടക്കുന്നത് വിമർശനാത്മക ചിന്തനമാണ്. കുട്ടികളുടെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും അതാണ് നടക്കുന്നത്. ഫസ്റ്റ് നോക്കൂ, ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഒരു ആശയം മാത്രമേ കൊടുക്കുന്നുള്ളൂ, കുട്ടിയിൽ അതിൻ്റെ ഗുണദോഷ വിവേചനം നടക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് അതാണ് ഉത്തരം. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഓപ്ഷൻ എ ആയിട്ട് വരും. ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക എന്നുള്ളതാണ് വരിക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.